ബുക്ക് എടുത്ത് പഠിക്കേണ്ട നേരത്ത് ഫോണാണോ കയ്യിൽ വരുന്നത്? മൈൻഡ്ഫുൾനെസ് ചിലപ്പോൾ ഒരു ഹെൽപ്പായിട്ട് വരും. സിറ്റ്, റിലാക്സ്, ഒന്ന് കണ്ണടച്ചിട്ട് എന്തൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് എന്ന്, എന്തൊക്കെയാണ് ഡിസ്ട്രാക്ഷൻസ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇമ്പൾസിവിറ്റി, മടി, ഇതൊക്കെയാണ് വരുന്നത്. അതിനെയൊക്കെ മെല്ലെ ശാന്തമാക്കാൻ മൈൻഡ്ഫുള്ളായിട്ട് ഇരുന്നാൽ നമുക്ക് പറ്റും. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പം മനസ്സ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആവുക എന്നുള്ളതല്ല. നമുക്ക് കൃത്യമായിട്ട് മനസ്സിൽ നടക്കണ ഓരോരോ കാര്യങ്ങൾ, അത് ഇമോഷനാണോ തോട്ടാണോ, അത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് മനസ്സിലാക്കി വിലയിരുത്തി അതുമേലൊരു പ്രോസസ്സിങ് നടത്തിയിട്ട് ചെയ്യാനുള്ളതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് മൈൻഡ്ഫുൾനെസ്. നമ്മൾ പഠിക്കേണ്ട സമയത്ത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ 2-3 തവണ, ചിലപ്പോൾ ഒരു 4-5 തവണയൊക്കെ മെല്ലെ മെല്ലെ ചെയ്ത് മനസ്സിനെ തിരിച്ച് പഠിത്തത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടേ പറ്റുള്ളൂ. വളരെ ശാന്തമായിട്ട് വേണം നമ്മൾ മനസ്സിനെ ടൈം ചെയ്തെടുക്കാൻ കേട്ടോ.